ഈ ആധുനിക കാലത്ത് മനുഷ്യബന്ധങ്ങൾ വളരെ സങ്കീർണമായി മാറിയിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു. ഇന്ന് നിങ്ങളോട് ഹൃദയസ്പർശിയായ ഒരു കഥ ഞാൻ പങ്കുവെക്കാം. ജപ്പാനിലെ ഒരു കുടുംബത്തിന്റെ കഥ. പക്ഷേ സ്ഥലം ജപ്പാനാണെന്ന് കരുതി ഈ കഥ നിങ്ങൾക്ക് അന്യമായതാണ് എന്ന് കരുതിയേക്കരുത്. ഈ കഥ പൂർണ്ണമായി കേട്ടുതീരുമ്പോഴേക്കും ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതൊരു കുടുംബത്തിന്റെ കഥയാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ കുടുംബത്തിന്റെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. ടോക്കിയോ ഫാമിലി എന്ന ഏറെ രസകരമായ ചലച്ചിത്രമാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ചില കഥകൾക്ക് നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റിയെഴുതാനുള്ള കരുത്തുണ്ടാകും. ഈ കഥ നിങ്ങളുടെ ജീവിതം മാറ്റുമോ എന്നെനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നുമാവില്ല. എങ്കിലും ഈ കഥ കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷമെങ്കിലും തിരിഞ്ഞു നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറെ രസകരമായ ഈ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ജപ്പാനിലെ ടോക്കിയോയിൽ അന്ന് മനോഹരമായൊരു പകലായിരുന്നു. ആ ഒരു കുടുംബത്തിലെ മൂത്ത മരുമകളായ ഫുമിക്കോയെ നമ്മൾ പരിചയപ്പെടുന്നു. രണ്ടാൺമക്കളുടെ അമ്മയായി അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് വീടെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ്. മൂത്ത മകൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ തന്റെ സാധനങ്ങളെല്ലാം ഇളയ സഹോദരന്റെ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ ഇത് എന്ന മട്ടിൽ അവൻ അമ്മയ്ക്കടുക്കൽ ചോദിച്ചു. അന്ന് ഹിരോഷിമയിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ടെന്നും അവർക്കവിടെ താമസിക്കേണ്ടതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് അവന് അനിയനൊപ്പം മുറി പങ്കിടേണ്ടി വരും എന്നും ഫുമിക്കോ അവനോട് ശാന്തമായി പറഞ്ഞു. ആ സമയത്താണ് ഫുമിക്കോയുടെ നാത്തൂൻ സുജി അവിടെ എത്തുന്നത്. ക്യോ വിളിച്ചിരുന്നുവെന്നും മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്നും സുജി ഫുമിക്കോയോട് പറഞ്ഞു. സുജിയുടെ ഇളയ സഹോദരനാണ് ക്യോ. ഫുമിക്കോയുടെ ഭർത്താവ് കെൻസോ ആകട്ടെ 3 മക്കളിൽ മൂത്തയാളും. മൂവരും ജോലിക്കായി ടോക്കിയോയിലാണ് താമസം. എന്നാൽ മാതാപിതാക്കൾ എപ്പോഴും ഗ്രാമത്തിലായിരുന്നു കഴിയുന്നത്. മാതാപിതാക്കൾ ആദ്യമായിട്ടാണ് നഗരത്തിൽ അവരെ കാണാനായി വരുന്നതും. സംസാരമധ്യേ ക്യോ എപ്പോഴാ ഇത്രയും ഉത്തരവാദിത്തമുള്ളവനായത് എന്ന് ഫുമിക്കോ കൗതുകത്തോടെ സുജിയോട് ചോദിച്ചു. തമാശയോടെ ചിരിച്ചുകൊണ്ട് സുജി പറഞ്ഞു, ഏഹേ അവൻ അങ്ങനായിട്ടൊന്നുമില്ല, ഞാൻ നിർബന്ധിച്ചയച്ചതാ. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. സുജി ഫോൺ എടുത്തു. വിളിക്കുന്നത് ക്യോ ആണ്. സ്റ്റേഷനിൽ വെച്ച് അച്ഛനെയും അമ്മയെയും കാണുന്നില്ലെന്ന് അവൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു. പിന്നാലെയുള്ള സംസാരത്തിൽ അവൻ ധൃതിയിൽ പോയപ്പോ അവനെത്തിയ സ്റ്റേഷൻ മാറിപ്പോയി എന്ന് സുജിക്ക് മനസ്സിലായി. അവനിപ്പോൾ ഉള്ളത് തെറ്റായ സ്റ്റേഷനിലാണ്. ശരിയായ സ്റ്റേഷനിലേക്ക് എത്താൻ അവൻ ഒരുപാട് സമയവും എടുക്കും. അതോടെ സുജി വല്ലാതെ ആശങ്കയിലായി. ഉടൻ തന്നെ അവൾ അമ്മയെ വിളിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ അമ്മയ്ക്കൊപ്പം അച്ഛനുമുണ്ടായിരുന്നു. വൃദ്ധനായിട്ടുള്ള ആ വ്യക്തിയുടെ പേര് ഷാഗുച്ചി എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ തുടർന്നങ്ങോട്ടേക്ക് അച്ഛനെന്ന് അഭിസംബോധന ചെയ്യാം. അമ്മയായിട്ടുള്ള സ്ത്രീയുടെ പേര് ടോമിക്കോ എന്നാണ്. അവരെ നമുക്ക് അമ്മയെന്നും വിളിക്കാം. അമ്മയെന്ന അച്ഛനോട് ക്യോ വരാൻ വൈകുന്ന കാര്യത്തെപ്പറ്റി വളരെ ശാന്തമായി പറഞ്ഞു. പക്ഷേ കുറച്ച് പിടിവാശക്കാരനായ ആ അച്ഛൻ കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരു കാര്യവും നടക്കില്ലെന്നും സ്വന്തമായി ചെയ്യുന്നത് നല്ലത് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഫോൺ വെച്ച ശേഷം സുജി നെടുവീർപ്പോടെ പറഞ്ഞു, അച്ഛനിപ്പോഴും ഒരു മാറ്റവുമില്ല. വാസ്തവത്തിൽ അവരുടെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹം വളരെ അച്ചടക്കത്തിലും മറ്റുമായിരുന്നു വളർന്നു വന്നത്. ആ കാർക്കശ സ്വഭാവം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. ഒരിക്കലും ആരെയും ആശ്രയിക്കാതെ മാതൃകാപരമായ അച്ഛന്മാർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാനായിരുന്നു അദ്ദേഹം എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. അന്ന് വൈകുന്നേരത്തോടെ നീണ്ടതും ക്ഷീണിപ്പിക്കുന്നതുമായ തിരച്ചിലിനൊടുവിൽ ആ വൃദ്ധ ദമ്പതികൾ ഒടുവിൽ മൂത്ത മകന്റെ വീട്ടിലേക്കെത്തി. ഏവരും വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അവരെ സ്വീകരിച്ചു. കൊച്ചുമക്കളെ കണ്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. അവരിപ്പോൾ ഒരുപാട് വലുതായിരിക്കുന്നു. ഗ്രാമത്തിൽ വെച്ച് താനുണ്ടാക്കിയ പരമ്പരാഗത അരിപ്പലഹാരങ്ങൾ ആ അമ്മ എല്ലാവർക്കുമായി നൽകി. മൂത്ത മകനോട് അവന്റെ ക്ലിനിക്കിന്റെ വിശേഷങ്ങൾ ഏറെ സ്നേഹത്തോടെ അവർ ചോദിച്ചു. അവരുടെ മൂത്ത മകൻ കെൻസോ ഒരു ഡോക്ടറാണ്. രണ്ടാമത്തെ മകൾ സുചി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നു. ഇളയ മകൻ ക്യോ ആകട്ടെ ഒരിടത്തും ഉറച്ചു നിൽക്കാതെ അലഞ്ഞുതിരിയുന്നൊരു സ്വഭാവക്കാരനാണ്. വളരെയധികം സ്വാതന്ത്ര്യബോധമുള്ള അവൻ നഗരത്തിൽ അവിടെവിടെയായി ചെറിയ ഇവന്റ് മാനേജ്മെന്റ് ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്താഴത്തിനിടയിൽ അച്ഛൻ ഇളയ മകന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ഇത്തരം ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഈ നഗരത്തിൽ നിനക്ക് ജീവിച്ചു പോകാൻ കഴിയുമോ? ക്യോ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈകാതെ അത്താഴം കഴിക്കൽ പൂർണ്ണമായി. ക്യോ പോകാനായിട്ടിറങ്ങി. സുജിയും യാത്ര പറഞ്ഞു. അവൾക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങണമായിരുന്നു. മാതാപിതാക്കൾ ക്ഷീണിതരാണെങ്കിലും അത്രയും നാളുകൾക്ക് ശേഷം മക്കളെയെല്ലാം ഒരുമിച്ച് കണ്ടതിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു അവർ.
ഇത്രയും ചിലവേറിയ നഗരത്തിൽ മക്കളെല്ലാം സ്വന്തമായൊരിടം കണ്ടെത്തി അങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോ ആ മാതാപിതാക്കൾക്ക് വലിയ അഭിമാനം തോന്നി. സന്തോഷം അടക്കാനാവാതെ അമ്മ ടോമിക്കോ ഗ്രാമത്തിലെ അയൽക്കാരെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. തങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനും അവർ മറന്നില്ല. മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ, മക്കളുടെ വിജയത്തേക്കാൾ വലിയ സന്തോഷം അവർക്ക് മറ്റെന്താണുള്ളത്? അടുത്ത ദിവസം രാവിലെ സുചി ഭർത്താവിനൊപ്പം വീട്ടിൽ വെച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. അവളുടെ ഭർത്താവ് യാദൃച്ഛികമായി ചോദിച്ചു, നിന്റെ മാതാപിതാക്കള് എത്ര ദിവസം ഇവിടെ കാണും? സുചി മറുപടി നൽകി, ഒരു 4-5 ദിവസത്തേക്കേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ടും ചേട്ടൻ ഒഴിവുള്ളതുകൊണ്ടും അവനവരെ നഗരം കാണിക്കാൻ ചുറ്റിക്കൊണ്ടുപോകും. ഇന്ന് രാത്രി അവർ നമ്മുടെ വീട്ടിലാ താമസിക്കുന്നത്. അത് കേട്ട് അവളുടെ ഭർത്താവ് അത്ഭുതപ്പെട്ടു. നമ്മുടെ വീട്ടിലോ? നമ്മുടെ അപ്പാർട്ട്മെന്റ് എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ലേ? നമുക്ക് തന്നെ ഇത് തികയുന്നില്ല. അവരെ എവിടെ ഉറക്കും? സുചി പതുക്കെ പറഞ്ഞു, ഒരു രാത്രിയുടെ കാര്യമല്ലേ, ഒരൊറ്റ ദിവസം പോലും അവരിവിടെ താമസിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? സ്വന്തം മകൾ അവർ വന്നിട്ട് വീട്ടിൽ കയറ്റിയില്ല എന്ന് പറയില്ലേ? ഇന്ന് രാത്രി മാത്രം അവരെവിടെ നിൽക്കട്ടെ, പിന്നെ നമുക്ക് വെറുതെ ഈ ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കാലോ. ഇതേ സമയം മറുവശത്ത് കെൻസോയുടെ കുടുംബം വസ്ത്രമെല്ലാം മാറി തയ്യാറായി കഴിഞ്ഞിരുന്നു. അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നഗരത്തിൽ ഒരു ചെറിയ യാത്ര പോവാനാണ് പദ്ധതി. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. കെൻസോയുടെ സ്ഥിരം രോഗികളിൽ ഒരാളുടെ വിളിയായിരുന്നു അത്. ഉടൻ തന്നെ കെൻസോയ്ക്ക് അങ്ങോട്ടേക്ക് പോകണം. കെൻസോ തന്റെ ഭാര്യക്കടുക്കൽ പറഞ്ഞു, എനിക്കൊരു എമർജൻസി ഉണ്ട്, അത്യാവശ്യമായി ഒരു രോഗിക്ക് എന്നെ കാണണം. മറുഭാഗത്ത് പുറത്തു പോകാൻ പൂർണ്ണമായും ഒരുങ്ങി നിൽക്കുകയായിരുന്നു ആ വൃദ്ധ ദമ്പതികൾ. കെൻസോ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെന്ന് ഇന്നവരെ പുറത്തു കൊണ്ടുപോകാൻ കഴിയാത്തതിൽ സത്യസന്ധമായി ക്ഷമ ചോദിച്ചു. അവന്റെ മാതാപിതാക്കൾ പുഞ്ചിരിയോടെ സാരമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല മോനെ, നീ പോയി നിന്റെ ജോലി ചെയ്യ്. കെൻസോ അത് കേട്ട് പുറത്തേക്കിറങ്ങി. ഇറങ്ങുന്നതിനു മുമ്പ് അവൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മടങ്ങിയെത്താൻ വൈകും. ഭാര്യ മെല്ലെ ചോദിച്ചു, എങ്കിൽ ഞാൻ അച്ഛനെയും അമ്മയും പുറത്തു കൊണ്ടുപോകട്ടെ? കെൻസോ പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇന്ന് അവരിവിടെ തന്നെ നിൽക്കട്ടെ. അവൻ പോയ ശേഷം അച്ഛൻ മരുമകൾ ഫുമിക്കോയുടെ നേരെ നോക്കി ചോദിച്ചു, നിങ്ങളെല്ലാവരും ഇന്ന് ഈ നാട്ടിലില്ലായിരുന്നെങ്കിൽ കെൻസോയ്ക്ക് ആശുപത്രി പോവേണ്ടി വരുമായിരുന്നു. ഫുമിക്കോ മാതാപിതാക്കളെ നോക്കി പതുക്കെ പറഞ്ഞു, അത് വേണ്ടി വന്നേക്കില്ല. അങ്ങനാണെങ്കിൽ മറ്റൊരു ഡോക്ടർ പോകുമായിരുന്നു. ആ വൃദ്ധ ദമ്പതികളുടെ ലളിതമായ ചോദ്യവും അവരുടെ മുഖത്തെ നിശബ്ദമായ പുഞ്ചിരിയും വലിയ അർത്ഥങ്ങൾ പകരുന്നതായിരുന്നു. അവർ തങ്ങളുടെ നിരാശ ഉള്ളിലൊതുക്കി. എന്നാൽ ആ കുടുംബത്തിലെ ചെറിയ ആൺകുട്ടിക്ക് അതത്രയും സങ്കടമുണ്ടാക്കി. കൊച്ചുമകന്റെ മൂടുമാറിയത് ശ്രദ്ധിച്ച മുത്തശ്ശി അവന്റെ കൈപിടിച്ച് അടുത്തുള്ള പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവനോടൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചു. മുത്തശ്ശി കൊച്ചുമകനോട് പതിയെ ചോദിച്ചു, വലുതാകുമ്പോ നിനക്കും അച്ഛനെപ്പോലെ ഡോക്ടറാകണമെന്നുണ്ടോ? എന്നാൽ ആ ചെറിയ കുട്ടി മടിയൊന്നും കൂടാതെ മറുപടി നൽകി, ഇല്ല, എനിക്ക് അച്ഛനെപ്പോലെ ആകണ്ട. അച്ഛനെപ്പോലെയായ വീട്ടിൽ ചിലവഴിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അത് കേട്ട് മുത്തശ്ശി നിശബ്ദിയായി അവിടെയിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് പുറത്ത് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. സുചി ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുമ്പോ അവളുടെ മാതാപിതാക്കൾ അവളുടെ ഇടത്തേക്ക് എത്തിച്ചേർന്നു. അന്ന് രാത്രി അവർ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സുചിയുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ പിറ്റേന്ന് മാതാപിതാക്കളെ പുറത്തുനിന്ന് കറങ്ങാൻ കൊണ്ടുപോകാൻ അവൾ അഭ്യർത്ഥിച്ചു. അദ്ദേഹം ഒരു ബാങ്കറായിരുന്നു. തനിക്ക് നാളെ വായ്പ പിരിവിന്റെ വലിയ തിരക്കുള്ളതിനാൽ അതിന് സാധിക്കില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. വേറെ വഴിയൊന്നുമില്ലാതെ സുചി തന്റെ ഇളയ സഹോദരനെ വിളിച്ചു. മാതാപിതാക്കളെ പുറത്തു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഇളയ സഹോദരനായ ക്യോ ഒരു ഓപ്പൺ ടോപ്പ് ബസ്സിൽ മാതാപിതാക്കളെ നഗരം ചുറ്റി കാണിച്ചു. നഗരക്കാഴ്ചകൾ കണ്ട ശേഷം മൂവരും ഉച്ചഭക്ഷണത്തിനായി ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നു. അച്ഛൻ ഇളയ മകനോട് ചോദിച്ചു, എത്ര നാള് നീ ഇങ്ങനെ ജീവിക്കും? നിന്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇത്തരം ചെറിയ ജോലികളൊക്കെ ചെയ്ത എന്നും ജീവിച്ചു പോവാൻ കഴിയില്ല. ഇത് കേട്ട് ക്യോക്കൽപ്പം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ക്യോ കുറച്ചുകൂടി സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ചെറുപ്പം മുതലേ അവനാരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നേയില്ല. ഭാവിയെക്കുറിച്ച് അവനധികം ചിന്തിക്കാറുമില്ല. ഓരോ ദിവസവും നന്നായി ജീവിക്കണം എന്ന് മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. മറുഭാഗത്ത് ആ പ്രായമായ മനുഷ്യൻ ഒരച്ഛനായതുകൊണ്ട് തന്നെ മകന്റെ ഭാവിയെക്കുറിച്ച് സ്വാഭാവികമായും വ്യാകുലപ്പെടുന്നു. ആ സമയത്താണ് ക്യോക്കൊരു ഫോൺ കോൾ വന്നത്. അവൻ സംസാരിക്കാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. അച്ഛൻ ശബ്ദം താഴ്ത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഭക്ഷണത്തിലെ നല്ല ഭാഗങ്ങൾ നോക്കി അവന് കൊടുക്ക്. നഗരത്തില് മോനെന്താ കഴിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അവൻ കഷ്ടത്തിലല്ലേ ജീവിക്കുന്നത്. അച്ഛന്മാർ പൊതുവെ അങ്ങനെയാണല്ലോ. ചെറുപ്പത്തിൽ പലപ്പോഴും അച്ഛന്മാരുടെ പെരുമാറ്റം നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും അദ്ദേഹത്തിന്റെ കരുതൽ നമുക്കുമേലുണ്ടാകും. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി സ്വന്തം തേയ്മാനം വന്ന ചെരുപ്പുകൾ പോലും വീണ്ടും വീണ്ടും തുന്നി തുന്നി ഉപയോഗിക്കുന്നതും ഇതേ അച്ഛന്മാർ തന്നെയാണ്.
അന്ന് രാത്രിയിൽ സുജി തന്റെ മൂത്ത സഹോദരനുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അവൾ അവനോട് പറഞ്ഞു, ഇപ്പോ അച്ഛനും അമ്മയും വന്നിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, അവരിതുവരെ തിരിച്ചുപോയിട്ടില്ല. മരിച്ചുപോയ ഏതോ കൂട്ടുകാരന്റെ കുടുംബത്തെ കാണാൻ അച്ഛന് പദ്ധതിയുണ്ട് എന്ന് കേട്ടു. അതിനെപ്പറ്റി പക്ഷേ അവരൊന്നും പറഞ്ഞിട്ടുമില്ല. അവൾ തുടർന്ന് പറഞ്ഞു, ന്യൂ ഇയർ വരികയല്ലേ, പാർലറിൽ ഇനി അങ്ങോട്ടേക്ക് തിരക്കോട് തിരക്കായിരിക്കും. പോരാത്തതിന് നമ്മൾ വീട്ടിലൊരു പാർട്ടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവുമില്ല. കുറച്ചു കഴിഞ്ഞവൾ കൂട്ടിച്ചേർത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയും അച്ഛനെയും അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കുറച്ചു ദിവസത്തേക്ക് താമസിപ്പിക്കാം. അവിടെ നിന്നവർ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിട്ട് അവരുടെ സമയത്തിന് തിരിച്ചു പൊക്കോളും. അങ്ങനെ ആ മൂത്ത 2 സഹോദരങ്ങളും ചേർന്ന് മാതാപിതാക്കളെ ഹോട്ടലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അവർ അടുത്തുള്ള സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടലിലേക്ക് മാതാപിതാക്കളെ മാറ്റുകയും ചെയ്തു. മികച്ച ഒരു ഹോട്ടലായിരുന്നു അത്. എന്നാൽ ശാന്തമായ ഒരു ഗ്രാമത്തിൽ ജീവിച്ചു വളർന്ന പ്രായമേറിയ 2 മനുഷ്യർക്ക് ഇപ്പോൾ വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ആ മുറിയിൽ ദിവസം മുഴുവൻ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരിക്കലല്ലാതെ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആ ഹോട്ടൽ മുറിയിലിരുന്ന് ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ നഗരം മറ്റൊരു ലോകം പോലെ അവർക്ക് തോന്നി. രാത്രിയിൽ അവർ അത്താഴത്തിനായി ഹോട്ടൽ റെസ്റ്റോറന്റിലേക്ക് പോയി. മെനുവിൽ വില കൂടിയ വിഭവങ്ങളായിരുന്നു. എങ്കിലും കുടുംബത്തോടൊപ്പം ഇരുന്ന് കഴിക്കുന്ന ലളിതമായ വീട്ടിലെ ഭക്ഷണത്തിന്റെ സ്വാദ് അവർക്കവിടെ അനുഭവിക്കാൻ കഴിഞ്ഞതേയില്ല. അത്താഴത്തിന് ശേഷം അവർ വീണ്ടും മുറിയിലേക്ക് തിരിച്ചെത്തി. ടിവിക്ക് മുന്നിൽ നിശബ്ദരായിട്ടിരുന്നു. അവർ ശരിക്കും ടിവി കാണുകയായിരുന്നില്ല. സമയം തള്ളി നീക്കാൻ വെറുതെ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ വർണ്ണാഭമായ നഗരത്തിൽ ആ 2 വയസ്സായ ആത്മാക്കൾക്ക് ആ രാത്രി തീർത്തും വിരസവും നീണ്ടതുമായി തോന്നി. പിറ്റേന്ന് രാവിലെ അടച്ചിട്ട ഹോട്ടൽ മുറിയിലെ താമസം കാരണം വൃദ്ധയായ അമ്മയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. അതിനാൽ അച്ഛൻ അമ്മയെ മകളുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ സുജിക്ക് അവരെ കണ്ടപ്പോ സന്തോഷമൊന്നും തോന്നിയില്ല. അവൾ മാതാപിതാക്കളെ വഴക്കു പറയാൻ തുടങ്ങി. ആ ഹോട്ടലിനായി ഞങ്ങൾ എത്ര പണം ചെലവാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എന്തിനാ നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്? നാളെ എന്റെ വീട്ടിൽ പുതുവത്സര പാർട്ടി നടക്കാൻ പോകുക. മദ്യപിച്ച് നൃത്തം ചെയ്തും ആഘോഷിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് വരുന്ന അതിഥികൾക്ക് ബുദ്ധിമുട്ടാവും. അവളുടെ മൂത്ത സഹോദരൻ കെൻസോ സ്വന്തം കുടുംബത്തോടൊപ്പം ഭാര്യ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കൂട്ടിച്ചേർത്തു, ദയവായി ഇന്ന് രാത്രി താമസിക്കാൻ വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്ത്. അത്രയും പറഞ്ഞ് തളർന്നു നിൽക്കുന്ന ആ മാതാപിതാക്കളെ തനിച്ചാക്കി അവൾ നടന്നുപോയി. ജീവിതത്തിൽ ആദ്യമായി ആ വലിയ നഗരത്തിലെത്തിയ ആ മാതാപിതാക്കൾക്ക് പോവാൻ ഒരിടവുമില്ലാതെ അവർ അന്തിച്ചു നിന്നു. ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ വൃദ്ധൻ, ആ അച്ഛൻ അവൾക്ക് നേരെ പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഈ നഗരത്തിൽ വലിയ ജോലി ചെയ്യുന്ന എന്റെ ഒരു പഴയ കൂട്ടുകാരന്റെ മകനുണ്ട്. എന്നെ കാണാൻ ആ കൂട്ടുകാരൻ ഒരുപാട് തവണ ക്ഷണിച്ചതാ. എന്തായാലും ഇന്ന് രാത്രി ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകാം. നീ ക്യോയുടെ അടുത്തേക്ക് പൊക്കോ. അമ്മ പതുക്കെ അതിനെ തലയാട്ടി. ശരിയാണ്, ക്യോ എന്നോട് ഒരുപാട് തവണ വരാൻ പറഞ്ഞതാ. അവന്റെ മുറി ചെറുതായിരിക്കാം, എങ്കിലും ഞങ്ങൾ അമ്മയും മകനുമല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു രാത്രി കഴിച്ചുകൂട്ടിക്കോളാം. ആ 2 വൃദ്ധ മാതാപിതാക്കളും തങ്ങളുടെ സാധനങ്ങൾ വേറെ വേറെ ബാഗുകളിലാക്കി. ഈ വിശാലമായ നഗരത്തിൽ അവർക്കൊരുമിച്ച് താമസിക്കാൻ ഒരിടം പോലും അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ അച്ഛൻ പതുക്കെ പറഞ്ഞു, ഈ ഒരു രാത്രി കൂടി നമുക്കിങ്ങനെ സഹിക്കാം. നാളെ രാവിലെ നമുക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങാം. ഈ നഗരം നമുക്കുള്ളതല്ല. കനത്ത ഹൃദയത്തോടെ അമ്മ ചോദിച്ചു, നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയോ? അവരെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വാങ്ങിയ കടം ഇപ്പോഴും വീട്ടി തീർത്തിട്ടില്ലല്ലോ. ശാന്തവും ദൃഢവുമായ ശബ്ദത്തിൽ അച്ഛൻ മറുപടി പറഞ്ഞു, അത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമയായിരുന്നു. ആ 2 വൃദ്ധ ആത്മാക്കളും സാവധാനം എഴുന്നേറ്റ് നഗരത്തിന്റെ 2 ദിശകളിലേക്ക് നടന്നു നീങ്ങി. വൃദ്ധനായ അച്ഛൻ മരിച്ചുപോയ മറ്റൊരു സുഹൃത്തിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി. അതേസമയം അമ്മ തന്റെ കൂടെ താമസിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ക്യോയുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. തന്റെ മൂത്ത സഹോദരങ്ങളെപ്പോലെ ആയിരുന്നില്ല അവൻ എപ്പോഴും വൈകാരികമായി കുടുംബത്തോടടുപ്പം സൂക്ഷിച്ചിരുന്നു. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായി അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ കൊതിച്ചു. ക്യോ ഉടൻ തന്നെ തന്റെ കാമുകിയായ നൊറിക്കോയെ വിളിച്ച് ആ സന്തോഷ വാർത്ത പങ്കുവെച്ചു. അമ്മ വരുന്നുണ്ട്. അന്ന് വൈകുന്നേരം അമ്മ തന്റെ ഇളയ മകനായി സ്നേഹത്തോടെ അത്താഴം പാകം ചെയ്തു. അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ആ പഴയ ചൂടിൽ അലിഞ്ഞു ചേർന്ന് ക്യോ ഓരോ തരിയും ആസ്വദിച്ചു കഴിച്ചു. തന്റെ മകൻ അശ്രദ്ധനും വൃത്തിഹീനനുമായിരിക്കും, അവന്റെ മുറിയാകെ കുഴഞ്ഞുമറിഞ്ഞായിരിക്കും കിടക്കുന്നത് എന്നായിരുന്നു അമ്മ കരുതിയിരുന്നത്. എന്നാൽ അവിടെ എത്തി അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മുറി ചെറുതാണെങ്കിലും വളരെ വൃത്തിയായി സൂക്ഷിക്കപ്പെട്ടിരുന്നു. അതിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് നൊറിക്കോയ്ക്കുള്ളതാണ്. അമ്മയും മകനും സംസാരിച്ചിരിക്കെ അവൻ നൊറിക്കോയെ കുറിച്ച് സൂചിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവൾ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ക്യോ തന്റെ കാമുകിയെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി.
നൊറിക്കോയുടെ അമ്മ പണ്ടേ മരണപ്പെട്ടതായിരുന്നു. അച്ഛൻ ഇപ്പോഴും ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. നാണം തോന്നി ക്യോ പതുക്കെ പുറത്തേക്കിറങ്ങി നിന്നു. ആ രണ്ട് സ്ത്രീകൾക്ക് സംസാരിക്കാൻ അവൻ അവസരം ഒരുക്കുകയായിരുന്നു. മകനെ ഇത്രയും അച്ചടക്കമുള്ളതാക്കിയതിന് അമ്മ നൊറിക്കോയോട് നന്ദി പറഞ്ഞു. തന്റെ ഭാവി മരുമകളെ ആ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. നൊറിക്കോ അമ്മയെ നോക്കുന്ന രീതിയിൽ നിന്ന് അമ്മയോടുള്ള അവളുടെ സ്നേഹവും ഏറെ പ്രകടമാണ്. കുറച്ചു കഴിഞ്ഞ് നൊറിക്കോ പുറത്തേക്ക് പോകുമ്പോ ക്യോ അമ്മയോട് പറഞ്ഞു, എന്നെക്കുറിച്ചും നൊറിക്കോയെക്കുറിച്ചും അച്ഛനോടൊന്ന് സംസാരിക്കാമോ? അമ്മ പതിയെ മറുപടി നൽകി. നീ തന്നെ അത് അച്ഛനോട് പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമാകും. നീ അത് പറഞ്ഞു കഴിഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞോളാം. അതേസമയം അച്ഛൻ ഷാഗുച്ചി എന്ന തന്റെ കൂട്ടുകാരനൊപ്പം ഒരു ബാറിലായിരുന്നു. ആദ്യം മദ്യപിക്കാൻ അദ്ദേഹം മടിച്ചെങ്കിലും കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോ അദ്ദേഹം മദ്യപിച്ചു. മദ്യം ഉള്ളിൽ ചെന്നതോടെ ഉള്ളിലൊതുക്കി വെച്ച അവരുടെ വികാരങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. കൂട്ടുകാരൻ മനസ്സ് തുറന്നു. എന്റെ മകന് ഉയർന്ന ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടാകാം, പക്ഷേ ഒരു മനുഷ്യനായി അവനെ വളർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലടോ. ഭാര്യയുടെ അനുവാദമില്ലാതെ അവനൊരു അടി പോലും മുന്നോട്ട് വെക്കില്ല. അവന്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഒരു സ്ഥാനവും വിലയുമില്ല. ഇന്ന് രാത്രി നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും എനിക്ക് കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ എന്റെ മരുമകൾ ദേഷ്യപ്പെടും. പിന്നീട് അദ്ദേഹം നെടുവീർപ്പോടെ കൂട്ടിച്ചേർത്തു, നീ ഭാഗ്യവാന. നിന്റെ മകൻ എന്റെ മകനെ പോലല്ലോ, അവനൊരു ഡോക്ടറായില്ലേ? അച്ഛൻ ഷാഗുച്ചി വലിയ വിഷമത്തോടെ മറുപടി നൽകി. നീയും ഞാനും ഒരു മലയുടെ രണ്ടു വശങ്ങൾ പോലെയാണ്. എന്റെ മകൻ ഡോക്ടറായാൽ ഗ്രാമത്തിൽ തിരികെ എത്തി അവിടുത്തെ ആളുകളെ സേവിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ അവൻ ഒരിക്കലും തിരികെ വന്നില്ല. എന്റെ മറ്റു രണ്ടു മക്കളും അവന്റെ പിന്നാലെ ഇങ്ങോട്ട് പോന്നു. ആർക്കും ഇനി ഗ്രാമത്തിൽ ജീവിക്കണ്ടത്രേ. എല്ലാവർക്കും നല്ല ജീവിതത്തിനായി നഗരത്തിലേക്ക് പോരണം. രാത്രിക്ക് തണുപ്പേറി വന്നു. പോകാനൊരിടവുമില്ലാതെ ആവൃത്തനൊടുവിൽ ബാറിലെ മേശപ്പുറത്ത് കിടന്നുറങ്ങി. അന്ന് രാത്രി അദ്ദേഹത്തിന് താമസിക്കാൻ വേറൊരിടവുമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ വൃദ്ധനായ അച്ഛൻ മൂത്തമകൻ കെൻസോയുടെ വീട്ടിലെത്തി. കെൻസോയും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. തലേ ദിവസം രാത്രി അച്ഛൻ കനത്ത രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു. അതേസമയം അമ്മ ടോമിക്കോ ക്യോയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നെത്തി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ക്യോയെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട, അവൻ ശരിയായ വഴിയിലാ ജീവിക്കുന്നത്. നമ്മുടെ ഇളയ മകനെക്കുറിച്ചോർത്ത് എനിക്കിപ്പോ ശരിക്കും അഭിമാനമുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അവൾ മൂത്ത മരുമകളോട് നന്ദി പറഞ്ഞു. അന്നവർ ഒടുവിൽ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ അമ്മ ടോമിക്കോ പെട്ടെന്ന് കുഴഞ്ഞു വീണു. വീഴുന്ന അമ്മയെ അച്ഛൻ ഓടിച്ചെന്ന് പിടിച്ചു. അവർ ഉടൻ തന്നെ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചു. അമ്മയ്ക്ക് കുറെ നാളുകളായി സുഖമില്ലായിരുന്നുവെന്നും എന്നാൽ അതാരും ശ്രദ്ധിച്ചില്ലെന്നും അവിടെ വെച്ചാണ് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ മാനസിക സമ്മർദ്ദം സ്ഥിതി വഷളാക്കിയിരുന്നു. അമ്മയ്ക്ക് ഹൃദയാഘാതമുണ്ടായി എന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു. കെൻസോ ഐസിയുവിന് പുറത്തു വന്ന് അച്ഛനോടും സഹോദരിയോടും സംസാരിച്ചു. അമ്മയ്ക്കിനി അധികം സമയമില്ല, ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രം. അത് കേട്ട സുചി അനിയന്ത്രിതമായി കരയാൻ തുടങ്ങി. എന്നാൽ അമ്മ ജീവിച്ചിരുന്നപ്പോ സ്വന്തം വീട്ടിൽ അവർക്കൊരിടം നൽകാൻ അവൾ കൂട്ടാക്കിയതുപോലുമില്ല. തന്നെ ഒരു ഡോക്ടറാക്കാൻ അമ്മ എത്രമാത്രം ത്യാഗം സഹിച്ചുവെന്നോർത്ത് കെൻസോ അമ്മയുടെ മുഖത്തേക്ക് നിശബ്ദനായി നോക്കി നിന്നു. എന്നിട്ടും അമ്മയുടെ രോഗം അവൻ കൂടെയുണ്ടായിരുന്നപ്പോൾ ശ്രദ്ധിച്ചതേയില്ല. ക്യോയെ ആശുപത്രിയിലേക്ക് വിളിച്ചു. നൊറിക്കോ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് പോകാനോ കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കണമെന്നോ സ്വയം എങ്ങനെ പരിചയപ്പെടുത്തണമെന്നോ അറിയാതെ അവൾ അവിടെ എത്തി മടിച്ചു നിൽക്കുകയായിരുന്നു. ക്യോ അങ്ങോട്ടേക്ക് എത്തിയതും അവളുടെ കൈപിടിച്ച് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിക്കുള്ളിൽ ഏവരും നിശബ്ദരായി നിൽക്കുകയായിരുന്നു. ക്യോ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പതുക്കെ ചോദിച്ചു, അമ്മേ ഇപ്പോൾ എങ്ങനുണ്ട്? എന്നാൽ അമ്മ പ്രതികരിക്കുന്നില്ല. അവൻ സഹോദരനെ നോക്കി. അമ്മ പോയി എന്നവൻ പതുക്കെ പറഞ്ഞു. ക്യോ അത് കേട്ട് ഉച്ചത്തിൽ കരഞ്ഞുപോയി. അവൻ യാചിച്ചു പറഞ്ഞു, അമ്മേ ദയവായി കണ്ണുകൾ തുറക്കൂ, നോക്കിക്കേ നൊറിക്കോ വന്നിട്ടുണ്ട്. ഇന്ന് അച്ഛൻ അവളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞതല്ലേ, അമ്മയ്ക്കിങ്ങനെ പോവാൻ പറ്റില്ല. അവന്റെ കരച്ചിൽ സഹിക്കാനാവാത്ത വേദനയാൽ അന്തരീക്ഷം നിറച്ചു. അവൻ പുറത്തേക്കോടി. നൊറിക്കോ അവനെ കെട്ടിപ്പിടിച്ചൊപ്പം കരഞ്ഞു. അതേസമയം കുടുംബത്തിലെ മറ്റുള്ളവർ സംസ്കാര ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചടങ്ങുകൾ ഇവിടെ വെച്ച് നടത്തണോ അതോ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണോ? ആരോ ചോദിച്ചു. കെൻസോ മറുപടി നൽകി, ഇവിടെ വെച്ച് നടത്താം. ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയ ഒരുപാട് ചെലവാകും. സുചി അത് ശരിവെച്ചു. അച്ഛനിടാൻ ഒരു കറുത്ത കോട്ട് പോലും വാടകയ്ക്കെടുക്കേണ്ടി വരും. അവൾ പറയുന്നുണ്ടായിരുന്നു. അമ്മ മരിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ചെലവിന്റെ കണക്ക് കൂട്ടുകയാണ്. വൃദ്ധനായ അച്ഛൻ ആശുപത്രിയുടെ ടെറസിലേക്ക് നടന്ന് ചുവന്ന ആകാശം നോക്കി നിന്നു. 50 വർഷം കൂടെ ജീവിച്ച് ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്ന തന്റെ പ്രിയതമ എന്നേക്കുമായി വിട്ടുപോയിരിക്കുന്നു.
അദ്ദേഹത്തിന് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്യോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തി. അച്ഛനും മകനും ആ കത്തിയെരിയുന്ന ആകാശത്തേക്ക് നോക്കി. അച്ഛൻ പതുക്കെ പറഞ്ഞു, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ക്യോ ആകാശത്തേക്ക് നോക്കി. അത് കേട്ട് നിശബ്ദനായി കരഞ്ഞു. ഹൃദയം വിങ്ങിക്കൊണ്ട് അമ്മയെയോർത്ത് അവന്റെ കണ്ണീർ തുള്ളികൾ നിലം തൊട്ടുകൊണ്ടേയിരുന്നു. സംസ്കാരം ആ നഗരത്തിൽ വെച്ച് തന്നെ നടന്നു. ബാക്കി ചടങ്ങുകൾക്കായി ചിതാഭസ്മവുമായി അവർ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. പുഴയ്ക്കക്കരെ അവരുടെ ബാല്യകാല വീടാണ്. ഫെറിയൊടുവിൽ കരയോടടുത്തു. ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി. വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നഗരവാസികളെപ്പോലെ യന്ത്രസമാനമായ മനുഷ്യരായിരുന്നില്ല അവർ. അവരുടെ വികാരങ്ങൾ സത്യസന്ധവും സുതാര്യവുമായിരുന്നു. അവരിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിറ്റേന്ന് സംസ്കാര ചടങ്ങുകൾ നടന്നു. എല്ലാവരും പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ശേഷം അവർ പണ്ട് വളർന്ന ആ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂടി. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. ഓർമ്മകൾക്കൊപ്പം ചിരിയും കലർന്നു. ആ ചെറുപ്പത്തിലെ നിഷ്കളങ്കമായ നാളുകൾ ആ മുറിയിൽ മുഴങ്ങി നിന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും രണ്ടുപേർ നിശബ്ദരായിരുന്നു. പാവം അച്ഛനും ഇളയ മകൻ ക്യോയും. അമ്മയുടെ വേർപാട് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സുജി അവിടുത്തെ നിശബ്ദത ഭേദിച്ചു. അച്ഛ, അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാ? ഞാൻ ടോക്കിയോയിലേക്ക് തിരികെ പോകുമ്പോ അതുകൂടെ കൊണ്ടുപോവാനാ. ക്യോയ്ക്ക് അത് കേട്ട് അടങ്ങി നിൽക്കാൻ സാധിച്ചില്ല. അവന്റെ ശബ്ദമിടറി. ദേഷ്യത്തിൽ അവൻ പറഞ്ഞു, അമ്മ മരിച്ചിട്ട് 2 ദിവസം തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും സാധനങ്ങൾ വീതം വെക്കുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? സുജിയും വിട്ടുകൊടുത്തില്ല. എനിക്കും അതിൽ അവകാശമുള്ളതാ. സഹോദരങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന ആ തർക്കം അച്ഛൻ ശാന്തമായി ഇടപെട്ട് അവസാനിപ്പിച്ചു. അപ്പോഴാണ് കെൻസോ അച്ഛനെ നോക്കി ചോദിച്ചത്, അമ്മ പോയ സ്ഥിതിക്ക് ഇനിയെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അച്ഛൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കും? ഒരു കാര്യം ചെയ്യ്, അച്ഛൻ എന്റെ കൂടെ പോര്. ടോക്കിയോയിലേക്ക് ഞങ്ങളോടൊപ്പം വന്നു നിൽക്ക്. അതാ നല്ലത്. ആ വൃദ്ധൻ പതുക്കെ വേദന നിറഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി, ഇല്ല മോനെ, ഞാനിനി ആ നഗരത്തിലേക്കില്ല. ഞാൻ ഒരിക്കലും നിന്റെയോ നിന്റെ സഹോദരങ്ങളുടെ കൂടെയോ വന്നു നിൽക്കില്ല. എന്നെക്കുറിച്ചോർത്ത് നിങ്ങളാരും വിഷമിക്കുകയും വേണ്ട. ഈ ഗ്രാമവാസികള് എനിക്കൊരു കുടുംബം പോലെയാ. അവരെന്നെ നോക്കിക്കോളും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ മുറിയിൽ കനത്ത നിശബ്ദത പടർത്തി. ഏവരും നിശബ്ദരായി. പുറത്ത് കാലാവസ്ഥ മാറാൻ ആരംഭിച്ചു. മേഘങ്ങൾ കൂട്ടം കൂടി. കാറ്റ് വീശിയടിച്ചു. കെൻസോയും സുജിയും ധൃതി കൂട്ടാൻ തുടങ്ങി. അന്ന് തന്നെ അവർക്ക് ടോക്കിയോയിലേക്ക് മടങ്ങണം. ദുഃഖിതനായ അച്ഛനായി അമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ക്യോയും അവന്റെ കാമുകിയും ഒഴികെ ഏവരും അവിടുന്ന് മടങ്ങി. ആ ആഴ്ച കടന്നുപോയി. ഒടുവിൽ ക്യോയ്ക്കും മടങ്ങേണ്ട സമയമായിരിക്കുന്നു. അവരുടെ ഫെറി ഉച്ചയ്ക്ക് 1 മണിക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാചകവും വീട്ടുജോലികളുമെല്ലാം നോക്കി നടത്തിയ നുറുക്കോ വൃദ്ധനായ അച്ഛനായി അവസാനമായൊരു ഭക്ഷണം തയ്യാറാക്കി നൽകി. അവൾ വിഭവങ്ങൾ മേശപ്പുറത്ത് വെച്ച് അദ്ദേഹത്തോട് പതുക്കെ പറഞ്ഞു, ഞങ്ങളിന്ന് 1 മണിയുടെ ഫെറിക്ക് പോവുകയാണ്. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛൻ ഷാക്കുച്ചി അവളെ വിളിച്ചു. നന്ദി നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനെ പോലെ മോളെന്നെ പരിപാലിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടു. നിനക്ക് തിരികെ നൽകാൻ എന്റെ കയ്യിൽ ഇപ്പോ ഒന്നുമില്ല. അദ്ദേഹം ഒരു ബാഗിൽ കൈയിട്ട് ഒരു പഴയ കൈഘടികാരം പുറത്തെടുത്തു. അത് ക്യോയുടെ അമ്മയുടേതായിരുന്നു. 30 വർഷം മുമ്പ് താനത് അവൾക്ക് വാങ്ങി നൽകിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവൾക്കിതൊത്തിരി ഇഷ്ടമായിരുന്നു. ദയവായി മോളിത് സ്വീകരിക്കണം. ഇത് ഒരുപാട് പഴയതാണെന്ന് എനിക്കറിയാം. നീ ഇത് ധരിച്ചില്ലെങ്കിലും ഒരു ഓർമ്മയ്ക്കായി ഏതെങ്കിലും ഡ്രോയറിൽ സൂക്ഷിച്ചാ മതി. നിനക്ക് തരാൻ എന്റെ കയ്യിൽ സ്വർണമൊന്നുമില്ല. പിന്നെ എനിക്കൊരു അഭ്യർത്ഥന മാത്രമേയുള്ളൂ. എന്റെ മോനെ നീ നന്നായി നോക്കണം. അവനെ നീ ഒരിക്കലും കൈവിടരുത്. ആ അച്ഛന്റെ വാക്കുകൾ നുറുക്കോയുടെ കണ്ണു നിറച്ചൊഴുക്കി. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സ്വന്തം മക്കൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൾ അദ്ദേഹത്തിനായി ചെയ്തിരുന്നു. പിന്നീട് സമയം 1 മണിയായി. ഫെറി പുറപ്പെട്ടു കഴിഞ്ഞു. ക്യോയും നുറുക്കോയും ബോട്ടിന്റെ ഡെക്കിൽ നിന്ന് തങ്ങളുടെ അച്ഛന്റെ ഗ്രാമം കന്നകന്നു പോകുന്നത് നിശബ്ദരായി നോക്കി നിന്നു. വീട്ടിൽ അച്ഛൻ ഷാകുച്ചി തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആ ഫെറി ചക്രവാളത്തിൽ മറയുന്നതുവരെ അദ്ദേഹം കാത്തിരിപ്പോടെ നോക്കിയിരുന്നു. ആ ദൃശ്യങ്ങളിൽ അതിമനോഹരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്.
ഈ കഥ എവിടെയൊക്കെയോ നമ്മൾ കണ്ടതായി അല്ലെങ്കിൽ അനുഭവിച്ചതായി തോന്നുന്നില്ലേ? ഈ വേഗതയേറിയ ലോകത്ത് നമ്മളെല്ലാം ഓടുകയാണ് വിജയത്തിന് പിന്നാലെ, സ്വപ്നങ്ങൾക്ക് പിന്നാലെ. നമ്മൾ എവിടെ നിന്ന് വന്നുവെന്നത് മറന്നുകൊണ്ട് എവിടെ നിർത്തണമെന്നറിയാതെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും കൂടെയുള്ള ഒരാളെ എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ വില നമ്മൾ തിരിച്ചറിയുന്നത് പോലും. ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യർ ശ്വസിക്കുമ്പോൾ, പുഞ്ചിരിക്കുമ്പോൾ, നമ്മളിലേക്ക് കൈകൾ നീട്ടുമ്പോൾ അവർക്ക് വില നൽകണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. അവർ പോയി കഴിഞ്ഞാൽ എത്ര കണ്ണീരൊഴുക്കിയാലും അതൊന്നും കഴിഞ്ഞുപോയ കാര്യത്തിന് പകരമാകില്ല. ഒരുപക്ഷെ നമ്മുടെ കഥകളും പതുക്കെ ഇതേ അവസാനത്തിലേക്കായിരിക്കാം നീങ്ങുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ, ഒന്ന് ശ്വാസമെടുക്കൂ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് അവർ നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് ഒരു മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ തുറന്നു പറയൂ. ഓട്ടത്തിനിടയിൽ ഒന്ന് നിൽക്കാനും ഒരു ദിവസം സ്വസ്ഥമായി ശ്വാസമെടുത്ത് ജീവിക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കൂ. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.